നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 5 ബുധനാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വിക്ടോറിയയിൽ കുട്ടികൾ പതിവായി സന്ദർശിക്കുന്ന പ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ തെരുവുകളിലെ വേഗപരിധി മണിക്കൂറിൽ 30 കിലോമീറ്ററായി കുറച്ചേക്കും. വിക്ടോറിയയുടെ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി ബോഡി നിർദ്ദേശിച്ച 30 വർഷത്തെ പദ്ധതി പ്രകാരമാണ് തീരുമാനം. ജനസംഖ്യ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇൻഫ്രാസ്ട്രക്ചർ വിക്ടോറിയയുടെ കരട് നിർദ്ദേശം. പൊതുഗതാഗതം വില കുറഞ്ഞതാക്കുക, ഭൂനികുതിക്ക് അനുകൂലമായി സ്റ്റാമ്പ് ഡ്യൂട്ടി ഘട്ടം ഘട്ടമായി കുറയ്ക്കുക എന്നിവയാണ് മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. പരിസ്ഥിതി മന്ത്രി ടാനിയ പ്ലിബ്രസെക്കിനെതിരെ വനം സംരക്ഷണ സംഘടനയായ വിൽനസ് സൊസൈറ്റി ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കുറഞ്ഞത് 11 അപകടാവസ്ഥയിലുള്ള സ്പീഷീസുകൾക്ക് പുനരുജ്ജീവന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മന്ത്രി പരാജയപ്പെട്ടതായി സംഘടനകൾ ആരോപിക്കുന്നു. ടാസ്മാനിയൻ വെയ്റ്റ്സ് ടെയിൽഡ് ഈഗിൾസ്, ഗ്രേറ്റർ ഗ്ലൈഡറുകൾ, ലങ് ഫിഷ് എന്നിവയുൾപ്പെടെ നിരവധി ജീവികൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിലായതിനാൽ കേസിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് മന്ത്രി പ്ലിബർസെക് പ്രതികരിച്ചു. 2050 ഓസ്ട്രേലിയയിലെ കുട്ടികളിലും ചെറുപ്പക്കാരിലും പകുതിയോളം പേർക്കും പൊണ്ണത്തടിയോ അമിത ഭാരമോ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. മെൽബണിലെ മർഡോക്ക് ചിൽഡ്രൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിന്റെ റിപ്പോർട്ടുകൾ ആശങ്ക ഉണർത്തുന്നതാണ്. പെൺകുട്ടികൾക്ക് അമിത ഭാരത്തേക്കാൾ പൊണ്ണത്തടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2050 5 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ള 2.2 ദശലക്ഷം ആളുകൾ അമിത വണ്ണമുള്ളവരായിരിക്കുമെന്നും 1.6 ദശലക്ഷം പേർ അമിത ഭാരമുള്ളതായിരിക്കുമെന്നും ഗവേഷകർ പറയുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടാൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ജോലിയിടങ്ങളിലേക്ക് തിരികെ എത്തിക്കുമെന്ന് കോയിലേഷൻ പാർട്ടി. ഫ്ലെക്സിബിൾ വർക്ക് ക്രമീകരണങ്ങളിൽ ജോലി ചെയ്യുന്ന 3 ലക്ഷത്തോളം ജീവനക്കാരെ ഇത്തരം തീരുമാനം ബാധിച്ചേക്കും. എല്ലാ ഉദ്യോഗസ്ഥരെയും ആഴ്ചയിൽ 5 ദിവസം ഓഫീസിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുമെന്ന് ലിബറൽ സെനറ്റർ ജെയിൻ ഹ്യൂം പ്രഖ്യാപിച്ചു. സഖ്യത്തിന്റെ പ്രഖ്യാപനത്തിൽ പലരും ആശങ്ക പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ആടുവളർത്തൽ ഫാമായ റോലിന സ്റ്റേഷൻ UK ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ കമ്പനിക്ക് വിറ്റു. നിക്ഷേപകരായ ഗയ്യും ജൂലിയ ഹാർട്ട്നസും ചേർന്ന് കോൺസോളിഡേറ്റഡ് പാസ്റ്റൽ കമ്പനിക്കാണ് വിറ്റത്. 1960കളിലാണ് വിദൂരമായ നുള്ളാർബോറിൽ 1 ദശലക്ഷം ഹെക്ടർ വിസ്തൃതിയുള്ള റോലിന സ്റ്റേഷൻ സ്ഥാപിച്ചത്. വിൽപ്പനയ്ക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റിവ്യൂ ബോർഡിന്റെയും വെസ്റ്റേൺ ഓസ്ട്രേലിയൻ സർക്കാരിന്റെയും അംഗീകാരം കൂടി ലഭിക്കേണ്ടതുണ്ടെന്നും നിലവിലുള്ള എല്ലാ ജീവനക്കാർക്കും കർഗൂലി ബൗൾഡറിൽ നിന്ന് 400 കിലോമീറ്റർ കിഴക്ക് റാസ്നേലിൽ ജോലി നൽകുമെന്നും കമ്പനി പറഞ്ഞു. വടക്കൻ വിക്ടോറിയയിൽ നിന്നുള്ള 2ാമത്തെ ആൾക്കും ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഫെബ്രുവരിയിലാണ് വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതെന്ന് വിക്ടോറിയയുടെ ഡെപ്യൂട്ടി ചീഫ് ഹെൽത്ത് ഓഫീസർ ക്രിസ്ത്യൻ മഗ്രാത്ത് പറഞ്ഞു. ഡിസംബറിൽ വടക്കൻ വിക്ടോറിയയിലെ കടുങ്കയിൽ നിന്നുള്ള ഒരാൾക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. വടക്കൻ വിക്ടോറിയയിലെ മുറേ നദിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെ താമസക്കാരും യാത്രക്കാരും മുൻകരുതലുകൾ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. രാജ്യത്തെ അത്യാഡംബര വാഹനങ്ങളായ ടെസ്ലയുടെ കാറുകൾ തിരികെ വിളിച്ച കമ്പനി 2022നും 2023നും ഇടയിലെ മോഡൽ Y, മോഡൽ 3 എന്നിവയുൾപ്പെടെ 300ഓളം വാഹനങ്ങളെയാണ് പ്രശ്നം ചൂണ്ടിക്കാട്ടി തിരികെ എടുക്കുന്നത്. സ്റ്റിയറിംഗ് വീലിനെ ബാധിച്ചേക്കാവുന്ന സോഫ്റ്റ്വെയർ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് കമ്പനിയുടെ നടപടി. ഇലക്ട്രോണിക് പവർ അസിസ്റ്റന്റ് സ്റ്റിയറിംഗ് സിസ്റ്റം ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കില്ലെന്ന ആശങ്ക നിലവിലുണ്ടെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. കാൻബറയിൽ 1 മണിക്കൂറിനുള്ളിൽ 2 വ്യത്യസ്ത കവർച്ചകൾ നടത്തിയ കുറ്റത്തിന് 16 വയസ്സുകാരൻ അറസ്റ്റിലായി. ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് ഒരാളെ ആക്രമിച്ച് ഫോൺ മോഷ്ടിച്ചതിനും ഒരു കൂട്ടാളിയുമായി ചേർന്ന് സിറ്റി സെന്ററിലെ സ്റ്റോർ അക്രമാസക്തമായി കൊള്ളയടിച്ചതിനുമാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതിയുടെ കൂട്ടാളിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചു. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി. 25 വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയത്. പരിസ്ഥിതി ലോല മേഖലയെന്ന് കണ്ടെത്തിയ സ്ഥലത്താണ് തുരങ്കപാത നിർമ്മാണത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്.
MLA-മാർക്ക് 2 ടേമിൽ കൂടുതൽ മത്സരിക്കാൻ അവസരം കൊടുക്കേണ്ടെന്ന നയം മാറ്റാനൊരുങ്ങി CPIM. ഭരണ തുടർച്ച ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു നീക്കം. 2 ടേം കഴിഞ്ഞവർ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന വ്യവസ്ഥ കർശനമാക്കിയാൽ 25 MLA-മാർ മാറി നിൽക്കേണ്ടി വരും. കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാൻ മുന്നൊരുക്കവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമാഅത്തുൽ ഉലമ സംഘടനയ്ക്ക് കീഴിലുള്ള പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പുതിയ സർവകലാശാലയ്ക്ക് കീഴിൽ ഏകോപിപ്പിക്കാനാണ് സമസ്ത മുശാവറ യോഗം തീരുമാനിച്ചത്. KSRTC ജീവനക്കാർക്ക് ഇനി മുതൽ ശമ്പളം 1-ാം തീയതി നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഈ മാസത്തെ ശമ്പളം ഇന്ന് ലഭിക്കും. മുഖ്യമന്ത്രി 625 കോടി രൂപയുടെ സാമ്പത്തിക സഹായം ലഭ്യമാക്കിയെന്നും മന്ത്രി വ്യക്തമാക്കി. സെബി മുൻ മേധാവി മാധവി പുരി പുച്ചിനെതിരെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്ത് ബോംബെ ഹൈക്കോടതി. സെബി ക്രമക്കേടിൽ കേസെടുത്ത് റിപ്പോർട്ട് നൽകണമെന്ന പ്രത്യേക കോടതിയുടെ ഉത്തരവാണ് ബോംബെ ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് വിജയം. ദുബായിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ 264 റൺ വിജയലക്ഷ്യം ഇന്ത്യ മറികടക്കുകയായിരുന്നു. 2-ാം സെമിയിൽ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയെ നേരിടും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.